ഹരേ കൃഷ്ണ. നമുക്കിനിയും 4-ാമത്തെ ശ്ലോകം നോക്കാം. സത്യാദിത്രിയുഗേ ബോധവൈരാഗ്യൗ മുക്തിസാധകൗ കലൗ തു കേവലാ ഭക്തിർബ്രഹ്മസായുജ്യകാരിണീ. നമുക്കിനിയും അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. സത്യാദിത്രിയുഗേ, സത്യ ആദി ത്രിയുഗേ, ഇങ്ങനെ 3 വാക്കുകളാണ് അതിലുള്ളത്. സത്യ എന്ന് പറഞ്ഞാൽ സത്യയുഗം, കൃതയുഗം. നമ്മൾ രണ്ടും പറയാറുണ്ട്, സത്യയുഗമെന്നും കൃതയുഗമെന്നും പറയാറുണ്ട്. ഒരു പക്ഷേ സത്യം എന്നതിന് ഏറ്റവും കൂടുതൽ സത്യം എന്നത് നിലനിന്നിരുന്ന ഒരു യുഗമായിരുന്നു സത്യയുഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് കൂടിയാവാം അതിനെ സത്യയുഗം എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ നോക്കിയാൽ ത്രേതായുഗത്തിൽ ആ സത്യത്തിന് ക്ഷയം സംഭവിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ സത്യ ആദി ത്രിയുഗം, സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം തുടങ്ങിയ 3 യുഗങ്ങളിൽ ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു സംഭാഷണം നടക്കുന്നത്, അല്ലെങ്കിൽ ഈ ഭാഗവത മാഹാത്മ്യത്തിൽ ഈ പറയുന്ന കഥ നടക്കുന്നത് കലിയുഗത്തിൻ്റെ ആരംഭത്തിലാണ്. അതുകൊണ്ടാണ് കലിയുഗത്തിൽ എന്ന് പറയാതെ അത് മാറ്റി വെച്ചുകൊണ്ട് മറ്റു 3, കാരണം കലിയുഗത്തിൽ എന്താണ് അതിൽ നിന്നും ഭിന്നമായിട്ടുള്ളതെന്ന് ഇനി നമുക്ക് കാണാം. അപ്പോൾ ഈ 3 യുഗങ്ങളിലും പൊതുവായിട്ടുണ്ടായിരുന്ന ഗുണം, അല്ലെങ്കിൽ ഈ 3 യുഗങ്ങളിലും ഭക്തിയുടെ പ്രാധാന്യം എന്തായിരുന്നു എന്നാണ് പറയുന്നത്. 3 യുഗങ്ങളിലല്ല, ഇപ്പോഴത്തെ ഈ സമയത്ത് 3 യുഗങ്ങളിൽ ഇത് ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ ഈ കലിയുഗത്തിൽ ഭക്തിയുടെ പ്രാധാന്യം എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ പറയാണ് സത്യാദി ത്രിയുഗേ, ഈ സത്യയുഗം തൊട്ടുള്ള 3 യുഗങ്ങളിൽ, സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം എന്നീ ത്രിയുഗേ 3 യുഗങ്ങളിലും ബോധവൈരാഗ്യവും, ബോധമെന്നാൽ ജ്ഞാനം, വൈരാഗ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിരക്തി, ഒന്നിനോടും സംഘമില്ലാത്ത ഒരു മാനസികാവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആളിനെ ആണ് വിരക്തൻ എന്ന് പറയുന്നത്. ഒന്നിനോടും സംഘമില്ല, ഒന്നും വേണമെന്നില്ല, ഒന്നും വേണ്ടാന്നുമില്ല, ഇതിനോടൊന്നും യാതൊരു ഒട്ടലുമില്ല. വേണ്ടാന്ന് വെക്കുകയല്ല, മറിച്ച് ഒന്നും വേണ്ട, ഒന്നും വേണമെന്നുമില്ല, ഒന്നും വേണ്ട എന്നുമില്ലാത്ത ഒരവസ്ഥ. വേണമെങ്കിലും വേണ്ടായെങ്കിലും, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിഷ്പക്ഷമായി, ന്യൂട്രലായി, ഇതിനോടൊന്നും യാതൊരു പ്രത്യേകിച്ചൊരു ഇഷ്ടമോ ഇഷ്ടക്കേടോ ഇല്ലാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ വൈരാഗ്യം എന്ന് പറയുന്നത്. യാതൊരു മമതയും, ഇതിനൊന്നും ബാഹ്യമായ ഒന്നിനും പ്രത്യേകിച്ചൊരു പ്രാധാന്യം കൊടുക്കാതെ, അത് വേണമെന്നുമില്ല വേണ്ട എന്നുമില്ല, ഇത് തന്നിലേക്ക് വന്നു ചേർന്നാൽ സന്തോഷവുമില്ല, തന്നിൽ നിന്നും പോയാലും ദുഃഖവുമില്ലാത്ത ഒരവസ്ഥ. ഇതൊന്നും തൻ്റേതുമല്ല, താനിതൊന്നുമല്ല എന്ന തിരിച്ചറിവ് നേടുന്ന ഒരവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള ഈ 3 യുഗങ്ങളിലും ബോധവൈരാഗ്യ ജ്ഞാനം കൊണ്ടും ഈ ഒരു അറിവ് കൊണ്ടും അതിലൂടെ നേടിയെടുക്കുന്ന വൈരാഗ്യാവസ്ഥ. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഒന്നിനോടൊന്ന് ഇഴ ചേർന്ന് കിടക്കുന്നതാണ്, ജ്ഞാനവും വൈരാഗ്യവും. നമ്മൾ ഭക്തിദേവിയുടെ 2 മക്കളുടെ പേര് നമ്മളിപ്പോൾ കണ്ടിരുന്നു, ജ്ഞാനവും വൈരാഗ്യവും. അവ ഒരാൾ ക്ഷീണിച്ചാൽ മറ്റേയാൾ ക്ഷീണിക്കും. 2 പേരും ഇപ്പോൾ ക്ഷീണിതരായിട്ട് കിടക്കുകയാണ് അല്ലേ. അപ്പോൾ ജ്ഞാനവൈരാഗ്യങ്ങൾ മുക്തിസാധകമായിരുന്നു, അഥവാ മുക്തിയെ പ്രദാനം ചെയ്യുന്നതായിരുന്നു. ഇവിടെ ചില ബുക്കുകളിൽ മുക്തിദായകൗ എന്നും കാണാം. രണ്ടും ശരിയാണ്. മുക്തിയെ പ്രദാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ മുക്തിക്ക് ഉതകുന്ന സാധനയായി വർത്തിക്കുന്നത്. അപ്പോൾ ഈ 3 യുഗങ്ങളിൽ, കലിയുഗത്തിനു മുൻപുള്ള 3 യുഗങ്ങളിലും മുക്തിക്ക് ഹേതുവായി ഭവിച്ചിരുന്നത് ജ്ഞാനവും വൈരാഗ്യവുമായിരുന്നു. എന്നാൽ കലൗ എന്നാൽ കലിയുഗത്തിൽ, ആകട്ടെ, എന്നാൽ ഈ കലിയുഗത്തിലാകട്ടെ കേവല എന്ന് പറഞ്ഞാൽ, കേവലം എന്ന് പറഞ്ഞാൽ അത് മാത്രം മതി എന്നുള്ള ഇതാ. അപ്പോൾ അവിടെ ഭക്തിർ ബ്രഹ്മസായുജ്യകാരിണി, ഭക്തി മാത്രം. നമ്മൾ പറഞ്ഞു കേവലം ഭക്തി, ആ ഭക്തി ഒന്നുകൊണ്ട് തന്നെ
ബ്രഹ്മസായുജ്യകാരിണി. ബ്രഹ്മസായുജ്യത്തെ, മോക്ഷത്തെ നൽകുന്നതാണ് ഭക്തി. ഇവിടെ കലിയുഗത്തിൽ, മറ്റു 3 യുഗങ്ങളിലും ആ മോക്ഷത്തിലേക്ക് എത്തണമെങ്കിൽ ജ്ഞാനവൈരാഗ്യങ്ങളിലൂടെ മാത്രമേ എത്താൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ ഇവിടെ ഈ കലിയുഗത്തിൽ ഭക്തി ഒന്നുകൊണ്ട് തന്നെ, അല്ലയോ ഭഗവാനെ, അവിടുത്തെ പാതാരവിന്ദങ്ങളിലേക്ക്, അവിടുത്തെ പദത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നു. നമുക്കറിയാം, മുൻപുണ്ടായിരുന്ന കാലങ്ങളിലൊക്കെ ഈ 3 യുഗങ്ങളിലും മനുഷ്യരുടെ ആയുസ് എന്ന്, അല്ലെങ്കിൽ ഒരു ആയുഷ്കാലം എന്ന് പറയുന്ന 10,000-കണക്കിന് വർഷങ്ങൾ ജീവിച്ചിരുന്നതായിട്ട് കാണാം. ഇപ്പം ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കാലത്താണെങ്കിലും അങ്ങനെ രാജാക്കന്മാരൊക്കെ 10,000, 60,000 ഒക്കെ വർഷം രാജ്യം ഭരിച്ചിരുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അത്രയേറെ കാലം അവർ സദാ ഈ അറിവിനെ സ്വായത്തമാക്കാൻ, ആ അറിവിൽ മനസ്സിനെ ഉറപ്പിച്ചു നിർത്താൻ അവർ പല തരത്തിലുള്ള സാധനകളിലൂടെ കടന്നുപോയിരുന്നു. ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കുക മാത്രമല്ല, വേദങ്ങൾ പഠിക്കുക മാത്രമല്ല, മറിച്ച് ആ ജീവിച്ചിരുന്ന അത്ര കാലവും ഈ ജ്ഞാനവൈരാഗ്യങ്ങളെ ഉറപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമകരമായ ഒരു ജീവിതമായിരുന്നു അവരുടേത് എന്ന് കാണാം. പക്ഷെ ഈ കലിയുഗത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഭക്തി ഒന്ന് മാത്രമേ വേണ്ടൂ. ഇനിയും അതിൻ്റെ, നമുക്കറിയാം, കൃതയുഗത്തിൻ്റെ അല്ലെങ്കിൽ സത്യയുഗത്തിൻ്റെ തുടർച്ചയായിരുന്നു ത്രേതായുഗം. ത്രേതായുഗത്തിൻ്റെ തുടർച്ചയാണ് ദ്വാപരയുഗം. അതുകൊണ്ട് തന്നെ ആ ദ്വാപരയുഗത്തിൻ്റെ ഇപ്പോൾ ആദ്യത്തെ ആ ഒരു കാലഘട്ടം നോക്കിയാൽ ത്രേതായുഗത്തിൻ്റെ കുറച്ചൊക്കെ, ആ ത്രേതായുഗത്തിൻ്റെ കുറേയൊക്കെ ഗുണങ്ങൾ, അതിൻ്റെ ഒരു അവശേഷിപ്പുകൾ ദ്വാപരയുഗത്തിൻ്റെ ആദ്യം നമുക്ക് കാണാം. പിന്നീട് അതിൻ്റെ അവസാനത്തേക്ക് വരുമ്പോഴാണ് അധർമ്മത്തിന് വലിപ്പം കൂടുന്നത്, അധർമ്മം കൂടുതൽ അവിടെ അങ്ങനെ കൊടികുത്തി വാഴുന്നത് എന്ന് നമുക്ക് കാണാം. ഇനിയും കലിയുഗത്തിൻ്റെ ആരംഭത്തിലേക്ക് വരുമ്പോൾ ആ അധർമ്മം അപ്പോഴും അങ്ങനെ നിലനിൽക്കുന്നു, അതിനിയും കൂടി വരികയും ചെയ്യും. എന്നാൽ ഈ ദ്വാപരയുഗത്തിൻ്റെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു കലിയുഗത്തിൽ ഭക്തി ഒന്നുകൊണ്ട് മാത്രം തന്നെ ഭഗവാനിലേക്ക് എത്തിച്ചേരാനാവും. അതിനുദാഹരണമാണ്, നമുക്കറിയാം, ദ്വാപരയുഗത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിലായിരുന്നു ഭഗവാൻ അവതരിച്ചതും ജീവിച്ചതുമൊക്കെ. അപ്പോൾ ആ ദ്വാപരയുഗത്തിൻ്റെ അവസാനം തന്നെ ഇതിനുള്ള ഉദാഹരണം കാണിച്ചിട്ടിട്ടാണ് ഭഗവാൻ പോയത്. കലിയുഗത്തിൽ വരുന്നവർക്ക് ഇത് കണ്ടു പഠിച്ചോളൂ. ആരിലൂടെ? ഗോപസ്ത്രീകളിലൂടെ. അവർ വേദങ്ങളോ ശാസ്ത്രങ്ങളോ ഒന്നും പഠിച്ചിരുന്നില്ല, അവർക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ അവർക്കൊന്നുണ്ടായിരുന്നു, കറകളഞ്ഞ ഭക്തി, പൂർണ്ണ സമർപ്പണ ബോധമായിരുന്നു ഭഗവാനോടുണ്ടായിരുന്നത്. അവർക്ക് ആ ഭഗവാൻ കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാം, അഥവാ അവർ തന്നെ ഇല്ലാതെയാവുകയായിരുന്നു ആ ഭഗവാന്റെ സാന്നിധ്യത്തിൽ. എപ്പോഴും ഭഗവാന്റെ സാന്നിധ്യത്തിൽ ആ ആനന്ദം അനുഭവിക്കാൻ വെമ്പൽ കൊണ്ട് നിൽക്കുകയായിരുന്നു ഓരോ ഗോപസ്ത്രീയും. അപ്പോൾ ആ ഗോപസ്ത്രീകളുടെ കറകളഞ്ഞ ഭക്തിയിലൂടെ ഉദ്ധവരുടെ, നമുക്കറിയാം ഭക്തോത്തമനാണ് ഉദ്ധവർ, ആ ഉദ്ധവർ പോലും ഈ ഗോപസ്ത്രീകളുടെ ഭക്തി കണ്ടിട്ട് അതിശയിച്ചു പോയി എന്നാണ്. കാരണം തൻ്റെ ഭക്തി ഈ ഗോപസ്ത്രീകളുടെ ഭക്തിക്ക് മുന്നിൽ ഒന്നുമല്ല എന്ന് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാം, വളരെ സുന്ദരമായൊരു ശ്ലോകം ആ ഒരു ഭാഗത്ത് നമുക്ക് ഭാഗവതത്തിൽ കാണാം. ഇനിയും വരുമ്പോൾ ദശമസ്കന്ധത്തിലാണ്. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശ യാസാം ഹരികഥോദ്ഗീതം പുനാതിഭുവനത്രയം. ഈ 3 ലോകങ്ങളെയും, പുനാതിഭുവനത്രയം, ഈ 3 ലോകങ്ങളെയും ശുദ്ധീകരിക്കുന്ന, പരിശുദ്ധമാക്കുന്ന ആ ഹരികഥയെ സദാ ആലപിച്ചുകൊണ്ടിരിക്കുന്ന ആ ഗോപസ്ത്രീകളുടെ, വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണും, ആ നന്ദഗോപസ്ത്രീകളുടെ പാദരേണുക്കളിൽ ഞാൻ നമിക്കുന്നു, വന്ദേ നമിക്കുന്നു എന്ന് പറയുന്ന ഉദ്ധവരെ നമുക്കവിടെ കാണാം. ഇവിടെ 3 ലോകങ്ങളെയും ശുദ്ധീകരിക്കുന്നതാണ് ഈ
ഭഗവാന്റെ ഹരിനാമ കീർത്തനം, ഭഗവാന്റെ ഹരികഥകൾ പറഞ്ഞുകൊണ്ട് സദാ അവരുടെ ലോകമെന്ന് പറയുന്നത്, ആ ഗോപസ്ത്രീകളുടെ ലോകം തന്നെ ഈ ഹരികഥകളിൽ, ഹരിസ്മരണയിൽ നിറഞ്ഞതായിരുന്നു, മുഴുകിയതായിരുന്നു. അങ്ങനെയുള്ള ആ ഗോപസ്ത്രീകളുടെ ഭക്തിക്കു മുൻപിൽ ഭക്തോത്തമനായ ഉദ്ധവർ പോലും വീണു നമിച്ചുവെങ്കിൽ ആ ഭക്തിയുടെ മഹാത്മ്യം എന്താണ്, ഭക്തി എങ്ങനെയാണ് ഭഗവാനെ സേവിക്കേണ്ടതെന്ന് നമുക്കൊരു ഉദാഹരണമായിട്ട് ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ കുറേ ഗോപസ്ത്രീകളിലൂടെ ഭഗവാൻ കാണിച്ചു തന്നു. വരുന്ന കലിയുഗത്തിലുള്ള ജനങ്ങളോടുള്ള ഭഗവാന്റെ കാരുണ്യം എങ്ങനെ സേവിക്കണമെന്നെ എന്ന് ആ ഗോപസ്ത്രീകളിലൂടെ കാണിച്ചു തന്നു. അതിന് ശാസ്ത്രം പഠിക്കണ്ട, ഗ്രന്ഥങ്ങൾ പഠിക്കണ്ട, വേദങ്ങൾ അറിയണ്ട, ഒന്നേ വേണ്ടൂ, എല്ലാം ഭഗവാനാണ്. ഭഗവാനെ കവിഞ്ഞ് മറ്റൊന്നിലേക്കും മനസ്സ് വെക്കാതിരിക്കുക, ഭഗവാന് വേണ്ടി സദാസമയം ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വയ്ക്കുക എന്നൊരു തത്വം, എന്നൊരു പാഠം നമുക്ക് പറഞ്ഞു തന്നിട്ടാണ് ഭഗവാന് പോയത്. അപ്പോൾ ഇവിടെ അതുകൊണ്ട് തന്നെ പറയുകയാണ്, ഈ 3 യുഗങ്ങളിലും ജ്ഞാനവൈരാഗ്യങ്ങൾ മുക്തിക്ക് ഉപകാരപ്പെടുന്നതായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ മുക്തി ലഭിക്കാൻ ഇതൊക്കെ ജ്ഞാനവൈരാഗ്യങ്ങൾ വേണമായിരുന്നുവെങ്കിൽ അറിവ് നേടുക, നമ്മുടെ ഗ്രന്ഥങ്ങളിലൂടെ ആ പരമമായ സത്യത്തെക്കുറിച്ചുള്ള, തത്വത്തെക്കുറിച്ചുള്ള അറിവ് നേടുക, അതുവഴി വിരക്തനായി മാറുക, വൈരാഗ്യാവസ്ഥയിലേക്ക് എത്തിച്ചേരുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ഘട്ടം അടുത്ത പടി എന്ന് പറയുന്നത് മുക്താവസ്ഥയെ പ്രാപിക്കുക എന്നുള്ളതാണ്. അവിടം വരെ എത്തിക്കഴിയും, പരിപൂർണമായും വിരക്തനായി കഴിയുമ്പോൾ ആ മുക്താവസ്ഥയെ പ്രാപിക്കും. ഇവിടെ ദ്വാപരയുഗത്തിൽ ഗോപസ്ത്രീകൾ അത് തന്നെയാണ് അവർക്കും കിട്ടിയ ഒരു അനുഗ്രഹം. അവരും പൂർണ്ണമായും വിരക്തിയിലേക്ക് എത്തിച്ചേർന്നവരായിരുന്നു. ആ ജ്ഞാനം എന്നത് മറ്റുള്ളവർക്കായി ഗ്രന്ഥങ്ങളിലൂടെ രചിക്കപ്പെട്ട് അതിനെ പഠിച്ച് അറിഞ്ഞ് അത് വേണ്ട വിധത്തിൽ മനനം ചെയ്ത് സ്വായത്തമാക്കി ആ തത്വത്തിൽ അവനവനെ തന്നെ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു തലത്തിലേക്ക് എത്തുകയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ ഗോപസ്ത്രീകൾക്കാകട്ടെ ഒരു ഗ്രന്ഥവും വേണ്ടി വന്നില്ല. കാരണം ആ ഭഗവാൻ തന്നെ തങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. ആ ഒരു സാമീപ്യം കൊണ്ട് തന്നെ, ആ ആനന്ദത്തെ അനുഭവിച്ചറിയാൻ ഭാഗ്യം സിദ്ധിച്ചതുകൊണ്ട് വേദശാസ്ത്രാദികൾ പഠിക്കാതെ തന്നെ സദാ ആ പാദങ്ങളെ, ആ രൂപത്തെ സ്മരിച്ചുകൊണ്ട്, ആ ഭഗവാനായിക്കൊണ്ട്, ആ ഉണ്ണിക്കണ്ണനായിക്കൊണ്ട്, ശ്രീകൃഷ്ണ ഭഗവാനായിക്കൊണ്ട് തങ്ങളുടെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചുകൊണ്ട് മുക്തിപദത്തിലേക്ക് സർവവും സമർപ്പിച്ചിരിക്കുകയായിരുന്നു ആ ഗോപസ്ത്രീകൾ. ആ പൂർണ്ണ സമർപ്പണ ബോധം അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതില്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ഭഗവാനിലേക്ക് ആ സമർപ്പണ ബോധം പൂർണ്ണമല്ലാതാകാൻ കാരണം. നമ്മുടേത് മനസ്സ്, നമ്മുടെ വികാര വിചാരങ്ങൾ പലപ്പോഴും നമ്മുടെ ചുറ്റിനുമുള്ള ബന്ധുമിത്രാദികളിലും വസ്തുക്കളിലും ഈ ലോകത്തിലാകെ അങ്ങനെ അത് വ്യാപരിച്ച് കിടക്കുകയാണ്. മറിച്ച് ഇവിടെ ഗോപസ്ത്രീകൾക്ക് ആ ഒരൊറ്റ പോയിന്റിലേക്ക്, ആ ഒന്നിലേക്ക് മാത്രം, ഭഗവാനിലേക്ക് മാത്രം കേന്ദ്രീകൃതമായിരുന്നതുകൊണ്ട് അവരുടെ ഉള്ളിലെ അറിവ് താനെ പ്രകാശിക്കുകയായിരുന്നു. അഥവാ അവരുടെ ഉള്ളിൽ ഭഗവാൻ എന്ന സത്യമല്ല, പരമമായ ജ്ഞാനം എന്ന് പറയുന്നത് ആ ഭഗവാൻ എന്ന സത്യമാണ്. അത് അവരുടെ ഉള്ളിൽ താനെ ശോഭിച്ചു. ഒരു ഗ്രന്ഥങ്ങളിലൂടെയും അവർ കണ്ണോടിച്ചില്ലെങ്കിലും നമുക്കറിയാം, സൂര്യപ്രകാശത്തെ ഒരൊറ്റ പോയിന്റിലേക്ക് നമ്മൾ അതിനെ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞാൽ അവിടെ അഗ്നി ഉണ്ടാവും. ഇവിടെ അവരുടെ മനസ്സിനെ പൂർണ്ണമായും ആ ഭഗവാനിലേക്ക് കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ ആ ജ്ഞാനാഗ്നി അവരുടെ ഉള്ളിൽ പരിപൂർണമായി അങ്ങനെ ശോഭിച്ചു. അതുകൊണ്ട് തന്നെ പരിപൂർണ സമർപ്പണമായിരുന്നു ഭഗവാനിങ്കിലേക്ക് അവർക്ക്. അങ്ങനെ ആ ഭഗവാനിങ്കിലേക്ക് സർവവും സമർപ്പിച്ചതുകൊണ്ട് തന്നെ ഭഗവാൻ അവർക്കൊക്കെ ആ മോക്ഷത്തിലേക്ക് എത്താനുള്ള, അല്ലെങ്കിൽ മോക്ഷത്തെയാണ് കൊടുത്തത്. ഇവിടെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്താവസ്ഥയെ പ്രാപിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഭഗവാൻ എന്ന ആ ചൈതന്യമൂർത്തിയുടെ സാമീപ്യം കൊണ്ട് തന്നെ, സാന്നിധ്യം കൊണ്ട് തന്നെ.
നിരാകാരനായിട്ടുള്ള ഭഗവാൻ സകാരനായിട്ട് സകളമൂർത്തിയായിട്ട് രൂപമെടുത്ത് ഭൂമിയിലേക്ക് വന്നപ്പോൾ ആ ചൈതന്യമൂർത്തിയോട് ചേർന്നിരിക്കാൻ, സംഘം വരാൻ ഭാഗ്യം സിദ്ധിച്ച ഗോപസ്ത്രീകൾക്ക് ഭഗവാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്താവസ്ഥയിലേക്ക് ഉയർത്തിയെങ്കിൽ ഭഗവാന്റെ അംഗങ്ങളോട് സംഘം വന്നവർക്ക് അതിന് കാലതാമസം ഉണ്ടാവില്ലല്ലോ. നമുക്കിനി നാരായണീയത്തിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ഭഗവാന്റെ അംഗത്തോട് സംഘമുണ്ടായാൽ പിന്നെ ആ മോക്ഷപദവിയിലേക്ക് എത്താൻ അധികം ദൂരമുണ്ടാവില്ല എന്ന്. ഇവിടെ ഭക്തി ദേവിയോട് പറയുവാണ്, ഈ കലിയുഗത്തിൽ ആ ഭക്തി, ഗോപസ്ത്രീകളുടെ ആ കറകളഞ്ഞ ഭക്തി ഒന്നുകൊണ്ട് മാത്രം തന്നെ ആ മോക്ഷപദവിയിലേക്ക് എത്താനാകും. മറ്റുള്ള 3 യുഗങ്ങളെ അപേക്ഷിച്ച് ഈ കലികാലത്തിൻ്റെ മഹത്വവും അവിടെ ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഒപ്പം ഈ കലിയുഗത്തിലും ഭക്തിദേവി അവിടുത്തേക്ക് അവിടുത്തേക്ക് വലിയൊരു പങ്കുണ്ട്. അഥവാ ഈ കലിയുഗത്തിലാണ് ഭക്തിദേവി അവിടുന്ന് ഏറ്റവും ശക്തിയുള്ളതായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ അവിടുത്തേക്ക് ഏറ്റവും ശക്തി കിട്ടുന്നത്, ഭഗവാൻ അവിടുത്തേക്ക് ഏറ്റവും കൂടുതൽ ശക്തി തന്നിരിക്കുന്നത് ഈ കലിയുഗത്തിലാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സത്യാദിത്രിയുഗേ ബോധവൈരാഗ്യൗ മുക്തിസാധകൗ കലൗ തു കേവലാ ഭക്തിർബ്രഹ്മസായുജ്യകാരിണീ. ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ആദ്യത്തേത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, സത്യാദിത്രിയുഗേ. രണ്ടാമത്തെ പദത്തിലേക്ക് വരുമ്പോൾ, അതുപോലെ ആദ്യത്തെ ഇതിൽ വരുമ്പോൾ സത്യാദിത്രിയുഗേ ബോധവൈരാഗ്യവും, അതൊക്കെ ചേർത്ത് വായിക്കേണ്ടതാണ്. ബോധവൈരാഗ്യവും അതൊക്കെ ചേർത്ത് തന്നെ വായിക്കുക. രണ്ടാമത്തെ പദത്തിലേക്ക് വരുമ്പോൾ ഭക്തിർ ബ്രഹ്മസായുജ്യകാരിണി, അതും ചേർത്ത് തന്നെ എടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഹരേ കൃഷ്ണ.